Hello all, welcome back. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഗെയിം ഓഫ് ത്രോൺസ് കാണുമായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾ കോട്ടോ ഇടാൻ തുടങ്ങി കേട്ടോ. ഞാനൊന്ന് രൂക്ഷമായിട്ട് നോക്കിയപ്പോഴേക്കും അവൾ എന്നെ ഒരു മാതിരി നോട്ടം നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ കണ്ടിട്ട് എന്താ കാര്യം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പം അവൾ അവിടെ നിന്ന് എണീറ്റും പോയി. നമുക്ക് എല്ലാവർക്കും സംഭവിക്കാറുള്ളതാണല്ലേ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഓരോ മൂവീസും സീരീസും ഒക്കെ കാണാൻ വന്നിരിക്കും. പക്ഷെ കുറച്ച് സമയം കാണുമ്പോഴേക്കും എന്താ കഥ എങ്ങോട്ടാ പോകുന്നത്, ക്യാരക്ടേഴ്സ് എന്താ പറയുന്നത് എന്നിട്ട് ഒന്നും മനസ്സിലാവാതെ ഇട്ടിട്ട് പോയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. സോ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന കുറേ എക്സ്പ്രഷൻസ് ഫ്രേസസ് ഒന്നും നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഇനി നിങ്ങൾക്ക് ഉണ്ടാവരുത്. സോ അതിനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. The first expression that we are going to look at today is carry the day. Carry the day എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാരി ചെയ്യാന്നല്ല, ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം. നമുക്ക് ഓരോ വേർഡ്സിൻ്റെ വേർഡ് ബൈ വേർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വേർഡിൻ്റെയും മീനിങ് അറിയായിരിക്കും. പക്ഷെ ഇത് ഒരുമിച്ച് വരുമ്പോൾ നമുക്കത് പലപ്പോഴും മനസ്സിലായില്ല എന്ന് വരും. ഓക്കെ, സോ ഇവിടെ ക്യാരി ദ ഡേ എന്നുള്ളത് ഒരു ദിവസം എടുത്തുകൊണ്ട് പോവുക എന്നല്ല. ഇതിൻ്റെ മീനിങ് ഈസ് ടു ബിക്കം സക്സസ്ഫുൾ ഓർ ടു വിൻ സംതിങ്. ഓക്കെ, സോ വിൽ ലുക്ക് അറ്റ് ഹൗ ടു യൂസ് ഇറ്റ് ഇൻ എ സെൻറ്റൻസ്. So the first example of the sentence is, our team got off to a poor start but eventually carried the day and won by 2 clear goals. ഇത്ര വലിയ സെൻറ്റൻസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത്രയേ ഉള്ളൂ. തുടക്കത്തിൽ അത്ര ഗംഭീര പ്രകടനമൊന്നും ആയിരുന്നില്ലെങ്കിലും ലാസ്റ്റ് എന്തായാലും നമ്മൾ 2 ഗോൾസിന് ഗെയിമിൽ ജയിച്ചു. ഒരു എക്സാമ്പിളൂടെ നോക്കാം. ടീം വർക്ക് ആൻഡ് ട്രെയിനിങ് വിൽ ക്യാരി ദ ഡേ. നല്ല ടീം വർക്കും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാമെന്നാണ്. ഓക്കെ, ഒരു എക്സാമ്പിളൂടെ നോക്കാം. ദ ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മേ ഹെൽപ്പ് ദ കമ്പനി ക്യാരി ദ ഡേ. സോ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ കമ്പനിയെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഫ്രേസ്, ക്യാരി ദ ഡേ. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സോ ദ സെക്കൻഡ് ഫ്രേസ് ഇസ് ഡേ ഇൻ ഡേ ഔട്ട്. ഒന്നും പുറത്തേക്ക് അകത്തേക്ക് എന്നൊന്നും അല്ല. ഡേ ഇൻ ഡേ ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർലി, നിരന്തരമായിട്ട് എന്നാണ്. ഓക്കെ, സോ ഇതെങ്ങനെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഇസ്, സക്സസ് ഇസ് ദ സം ഓഫ് സ്മോൾ എഫേർട്സ് റിപ്പീറ്റഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും? ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല അല്ലേ. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഓവർ നൈറ്റ്. അതിന് നിങ്ങൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇംഗ്ലീഷിൽ കണ്ടുകൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം, റൈറ്റ്? സോ എന്തെങ്കിലും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് അതിൽ വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ചെയ്തിട്ട് അയ്യോ എനിക്ക് പറ്റില്ല എന്ന് വെച്ചിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല അല്ലേ. സോ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. സോ വർക്ക് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. സോ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. വി ഹവ് ഹാഡ് നൂഡിൽസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഡേ ഇൻ ഡേ ഔട്ട് ടിൽ വി ഗോട്ട് ടയർഡ് ഓഫ് ഇറ്റ്. കുട്ടികൾക്ക് എല്ലാവർക്കും നൂഡിൽസ് ഇഷ്ടമാണല്ലേ. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഒക്കെ കഴിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവർക്ക് പിന്നെയും യിപ്പി മാഗി എന്നൊക്കെ പറഞ്ഞ് അവർ അതിൻ്റെ പുറകെ പോകും. സോ ബ്രേക്ക്ഫാസ്റ്റിന് റെഗുലർലി നൂഡിൽസ് തന്നെ കഴിച്ച് മതിയാവുന്നവരെ കഴിച്ചു എന്നാണ്. സോ യു ക്യാൻ ഓൾസോ ട്രൈ. ഈ നൂഡിൽസ് വേണം എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികൾക്കൊക്കെ ഡെയിലി അങ്ങ് നൂഡിൽസ് ബ്രേക്ക്ഫാസ്റ്റ് ഒരാഴ്ചയൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും മടുത്തോളും. പിന്നെ നൂഡിൽസ് പറഞ്ഞ സാധനമേ വേണ്ടാന്ന് പറഞ്ഞവർ പോയിക്കോളും. സോ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. നമുക്ക് ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. It was tremendous amount of practice day in day out that helped him win the competition. നിരന്തരമായിട്ടുള്ള കഠിന പ്രയത്നമാണ് അവനെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ സഹായിച്ചത് എന്നാണ്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നമ്മുടെ മെസ്സിയുടെ കാര്യം തന്നെ എടുത്താൽ മതി. സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് വൺ, ഡേ ഇൻ ഡേ ഔട്ട്. ഓക്കെ, വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സോ ദ തേർഡ് വൺ ഇസ് ഡെഡ് ടയേർഡ്. ഭയങ്കര ടയേർഡായി എന്നുള്ളതിനെ യൂസ് ചെയ്യുന്നതാണ് ഡെഡ് ടയേർഡ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടയേർഡാണ് എന്നാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ്, ഈവൻ ദോ ഹി വാസ് ഡെഡ് ടയേർഡ് ഹി ഡിഡ്ന്റ് ടേക്ക് എ ഡേ ഓഫ്. അവൻ ഭയങ്കര ക്ഷീണിതനായിരുന്നെങ്കിലും അവൻ ലീവ് ഒന്നും എടുത്തില്ല. ഡേ ഓഫ് മീൻസ് ലീവ് എടുക്കുന്നതിനാണ് കേട്ടോ. ടേക്കിംഗ് എ ഡേ ഓഫ് മീൻസ് ടു ടേക്ക് എ ലീവ്. ഓക്കെ, സോ നമ്മളവിടെ 2 ഫ്രേസസ് പഠിച്ചു, ഡെഡ് ടയേർഡ് ആൻഡ് ഡേ ഓഫ്. സോ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ്, ഐ വാസ് ഡെഡ് ടയേർഡ് ആൻഡ് നീഡഡ് ടു സ്ലീപ്പ്. ഞാൻ ഭയങ്കര ടയേർഡ് ആയിരുന്നുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു എന്ന്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങളുടെ അമ്മ എന്തെങ്കിലും പണിയൊക്കെ ചെറിയ പണിയായിരിക്കും കേട്ടോ, ചെറിയ പണിയാണെങ്കിലും എന്തെങ്കിലും ഒരു പണി എടുക്കാനൊക്കെ പറയുമ്പോൾ നോ മോം എനിക്ക് ഒട്ടും വയ്യ,
എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് you can tell, no mom, I am dead tired. So that was the third one. Dead tired means very tired. Okay, so we'll move on. നാലാമത്തെ ഏതാണെന്ന് നോക്കാം. It is dig down. Dig down. Dig down എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. So we'll look at how to use it in a sentence. The customer will not dig down for such food. ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒന്നും വാങ്ങിക്കാൻ വരില്ല, കസ്റ്റമേഴ്സ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യില്ല എന്നാണ്. The customers will not dig down for such food. Second example നോക്കാം. He hates to dig down his own money for someone else. മറ്റാർക്കും വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ അവന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. All he does is dig down his parents' money. അങ്ങനെ കുറേ പേരുണ്ടല്ലേ, സ്വന്തമായിട്ട് ജോലിക്കൊന്നും പോയില്ല, പേരൻസിൻ്റെ പൈസ കൊണ്ട് ജീവിക്കുന്നവർ. സോ അതിനാണ് നമ്മൾ പറയുന്നത് ഡിഗ് ഡൗൺ ഹിസ് പേരൻസ് മണി. പേരൻസിൻ്റെ മണി സ്പെൻഡ് ചെയ്യുന്നതാണ് അവൻ ആകെ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ ലാസ്റ്റ് വൺ. ഡൗൺ ദ ഡ്രെയിൻ. ഡൗൺ ദ ഡ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ആവുക, വെറുതെ ആവുക, പാഴായി പോവുക എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഡൗൺ ദ ഡ്രെയിൻ എന്ന് പറയുന്നത്. എങ്ങനെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഇസ് all my efforts went down the drain. എന്ന് വെച്ചാൽ എൻ്റെ എഫേർട്സ് ഒക്കെ വേസ്റ്റ് ആയി പോയി എന്നാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് എക്സാമ്പിൾ. നമ്മളിൽ പലരും ഉണ്ടല്ലേ ആവശ്യമില്ലെങ്കിലും വെറുതെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത്, പിന്നെ നമ്മളത് തൊട്ട് പോലും നോക്കില്ല, ആ വഴിക്കേ പോവില്ല. സോ അങ്ങനെ ആവശ്യമില്ലാത്തൊരു സാധനം വാങ്ങിച്ച് നിങ്ങളൊരു 1000 rupees വേസ്റ്റ് ചെയ്തു. സോ അപ്പോൾ നിങ്ങൾക്ക് പറയാം, വെൽ ദാറ്റ്സ് another 1000 rupees down the drain. Means another 1000 rupees that is gone wasted. Okay, so we'll look at the last example. I don't want to throw my money down the drain. എന്ന് വെച്ചാൽ എൻ്റെ ക്യാഷ് എനിക്ക് വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് വേസ്റ്റ് ചെയ്യണ്ട എന്നാണ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ടുഡേ. സോ ഇന്ന് നമ്മൾ 5 phrases പഠിച്ചു. ഫസ്റ്റ് വൺ വാസ് ക്യാരി ദ ഡേ, ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് ഡേ ഇൻ ഡേ ഔട്ട്, ആൻഡ് ദ തേർഡ് വൺ വാസ് ഡെഡ് ടയർഡ്, ആൻഡ് ദ ഫോർത്ത് വൺ വാസ് ഡിഗ് ഡൗൺ, ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ വാസ് ഡൗൺ ദ ഡ്രെയിൻ. Okay, so that's it for today guys. ഇതൊക്കെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് I am dead tired, so I'm gonna go have a coffee. So you guys have fun learning. Bye bye.